തെയ്യവും പൂരക്കളിയും ശരിക്കും കുട്ടിക്കാലം തൊട്ടേ നമ്മള് ഫുൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പൂരക്കളി കളിച്ചാളാ. പൂരക്കളിയൊക്കെ ഞാനൊരു 9ാം ക്ലാസ് വരെ കളിച്ചിട്ടുണ്ടല്ലേ. നല്ല കളിയല്ലേ. എല്ലാ തെയ്യം, പൊട്ടൻ തെയ്യം ആയാലും അപമാനിക്കപ്പെട്ട, മുറിവേൽക്കപ്പെട്ട, തോറ്റുപോയ മനുഷ്യന്റെ കഥയാണ് തെയ്യം. അതുകൊണ്ടാണ് ഈ തെയ്യം എപ്പോഴും ഒരാളുടെ കയ്യിൽ പിടിച്ചിട്ടാണ് നിൽക്കുക. അടുത്ത നോവൽ എഴുതണമെന്നാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് കഥ എഴുതാനാണ് നോവലിനേക്കാളും പാട്. ഞാൻ മനസ്സിലാക്കിയത് നോവൽ നമുക്ക് കുറച്ചും കൂടെ എല്ലാത്തിനും പണിയുണ്ട്. പക്ഷെ ചെറുകഥയുടെ ഒരു പണി നോവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സന്ദർഭത്തിൽ നമ്മൾ ഇത്രയും ടൈറ്റായിട്ട് അവിടെ നിന്ന് പാളിച്ചുകളുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ തൃശ്ശൂരേക്ക് ആരോഗ്യ സർവകലാശാലയുടെ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഒരു അറിയാത്ത നമ്പറിന് കോൾ ചെയ്തു. ഞാൻ വിചാരിച്ച കുട്ടികൾ വിളിക്കുന്നതാണ്. അപ്പോൾ ഒരു 8:30 ആയിരുന്നു. നോക്കുമ്പോൾക്ക് ഞാൻ ഗോവിന്ദൻ മാഷാണ് പറഞ്ഞത്. അപ്പോൾ വിളിച്ച് എന്നോട് ഒരു 15 മിനിറ്റോളം നോവലിനെ കുറിച്ച് സംസാരിച്ചു. ദേവലോകം കൂട്ടക്കൊലക്കേസ് എന്നാണ് പറയുന്നത്. നമ്മൾ കാസർഗോഡ് നടന്നു. അതായത് 2 പേരെ ഒരാൾ കൊല്ലും, ഒരു സിദ്ധം കൊല്ലും. അപ്പോൾ അവിടെ ഈ സിദ്ധം കൊണ്ടുവന്ന് കോഴി ഉണ്ടായിരുന്നു. രാവിലെ പോലീസ് വരുമ്പോൾ അപ്പോൾ പോലീസുകാരന് പെട്ടെന്ന് തോന്നി അവിടെ ചുറ്റുവട്ടത്തൊന്നും ആളൊന്നുമില്ല, വീടില്ല. അപ്പോൾ പോലീസുകാരൻ വിചാരിച്ചു എന്നാൽ കോഴീനെ അങ്ങ് സാക്ഷിയാക്കാം. എന്നിട്ട് കോഴീനെ സാക്ഷിയാക്കി ഈ കോഴി കുറെ പ്രാവശ്യം കോടതിയിൽ വന്നിട്ട് ഈ മറ്റേ ഇതില്ലേ തെളിവ് മറ്റേ അങ്ങനെ നമ്മൾ ഈ മലബാർ എന്ന് പറയുന്ന ഇപ്പോൾ വടക്കൻ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോഴും പലപ്പോഴും തെയ്യം എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു ബൃഹത്താഖ്യാനത്തിന് ഭയങ്കരമായൊരു വിഷ്വൽ സെറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും പൂരക്കളിയാണ് ഇതിൻ്റെ ഘടന രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രധാന സംഗതിയായിട്ട് പറയുന്നത്. എനിക്കൊന്ന് പൂരക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസർഗോഡും കണ്ണൂരിന് ഇപ്പുറത്തേക്ക് അവിടെ വരെ മാത്രം അറിയാവുന്ന സംഗതിയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ തെയ്യം എന്ന് പറയുന്നത് പക്ഷേ ഒരു വിഷ്വൽ റൈറ്റിങ്ങിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഷാജി സ്വാധീനിച്ചൊരു സംഗതിയാണോ? വിഷ്വൽ റൈറ്റിംഗ് എന്ന് വെച്ചാൽ സിനിമയാണോ? രണ്ടിന്റെയും. ഞാൻ വിഷ്വൽ റൈറ്റിംഗ് രണ്ടിന്റെയും ഒരു വിഷ്വലൈസേഷൻ, ഒരു ദൃശ്യാഖ്യാനം ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോ തെയ്യവും പൂരക്കളിയും ശരിക്കും കുട്ടിക്കാലം തൊട്ടേ നമ്മള് ഫുൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പൂരക്കളി കളിച്ചാളാ. പൂരക്കളിയൊക്കെ ഞാനൊരു 9ാം ക്ലാസ് വരെ കളിച്ചിട്ടുണ്ടല്ലേ. നല്ല കളിയല്ലേ. അപ്പോ ഇതൊക്കെ നമ്മളെ തെയ്യമൊക്കെ എല്ലാ തെയ്യവും ഞാൻ മിക്കവാറും എല്ലാ തെയ്യവും ഞാൻ കാസർഗോഡുള്ള മിക്ക തെയ്യങ്ങളും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കഥ മാത്രമല്ല, അതിൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഥകളിയേക്കാളും വടക്കേ മലബാറുകാരനായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇഷ്ടം തെയ്യമാണ്. തെയ്യം എന്ന് പറയുന്നത് ഭയങ്കര തെയ്യം അമ്പലത്തിലോ അല്ലെങ്കിൽ താനത്തിലോ കാവിലോ അല്ലെങ്കിൽ വയലിലോ കെട്ടിയാടപ്പെടുന്നു. അതിന്റെ ഒപ്പമുള്ള ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം. ചില ആള് ചട്ടിക്കളി കളിക്കുന്നു, ചില ആള് പിന്നെ മറ്റേ പാവകൾ വിൽക്കുന്നു, അപ്പുറത്ത് കുറെ ആൾക്കാർ കൂടി നിന്നിട്ട് റാക്ക് കുടിക്കുന്നു, അപ്പുറത്ത് തല്ല്. ഒരു കാർണിവൽ പോലുള്ള വേറൊരു അന്തരീക്ഷം ഉണ്ടല്ലോ. അപ്പൊ അതെന്തായാലും നമ്മളുടെ ഒരു വിഷ്വൽ എഴുത്തിന് എന്തായാലും സ്വാധീനിക്കും എന്നുള്ളത് അവിതർക്കമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോ തെയ്യങ്ങളൊക്കെ എന്റെ കഥയിൽ കടന്നു വന്നിട്ടുണ്ട്. ആദ്യം ഇപ്പോ എന്റെ പഞ്ചതന്ത്രം കഥ എന്ന് പറയുന്ന കഥയിൽ ഒരു കുറുക്കനാണെന്ന് വിചാരിച്ചിട്ട് നായിയാണെന്ന് വിചാരിച്ച് കുറുക്കനെ വളർത്തിയ ഒരാളുടെ കഥ പറയുന്നത്. അപ്പൊ അതിലൊരു മൂവാളങ്ക ചാമുണ്ടി എന്ന് പറയുന്ന ഒരു ഉഗ്രരൂപിയായിട്ട് തെയ്യമുണ്ട്. അതിന് സ്റ്റേജിൽ നിന്ന് മായ്ച്ച് കളയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പലയിടത്തും തെയ്യം കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോ മരണവംശത്തിലും ഒളിഞ്ഞും തെളിഞ്ഞും വന്നിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ബോധപൂർവമായിട്ട് ഇത് ഒരു തെയ്യത്തിന്റെ കഥ പറയാം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ രാഷ്ട്രീയം പറയാം, അതിന്റെ പ്രത്യയശാസ്ത്ര ധാരകൾ പറയാം, അതിന്റെ ജാതി വിവേചനം. തെയ്യമായ മനുഷ്യർ എന്ന് പറയുന്നൊരു സാധനം അതുണ്ട്. മനുഷ്യരാണല്ലോ തെയ്യം. എല്ലാ തെയ്യം എന്ന് പറയുന്ന മനുഷ്യൻ നമ്മള് തോറ്റവന്റെ ഗാഥയാണ് തെയ്യം. ഒരു തെയ്യവും വിജയിച്ച ഒരു മനുഷ്യന്റെ കഥ പറയുന്നത്. ഇപ്പോ കതിവന്നൂർ വീരനായാലും അല്ലെങ്കിൽ പരിദേവതയായാലും പാലന്തായി കണ്ണന്റെ പ്രണയത്തിന്റെ പരാജയത്തിന്റെ കഥ പറയുന്ന പാലന്തായി കണ്ണൻ പരിദേവതയായാലും കൃഷ്ണമൂർത്തി തെയ്യം, എല്ലാ തെയ്യം, പൊട്ടൻ തെയ്യം ആയാലും അപമാനിക്കപ്പെട്ട, മുറിവേൽക്കപ്പെട്ട, തോറ്റുപോയ മനുഷ്യന്റെ കഥയാണ് തെയ്യം. അതുകൊണ്ടാണ് ഈ തെയ്യം എപ്പോഴും ഒരാളുടെ കയ്യിൽ പിടിച്ചിട്ടാണ് നിൽക്കുക. അങ്ങനെ ഒറ്റക്ക് നിൽക്കില്ലല്ലോ തെയ്യം. ഒറ്റക്ക് നിൽക്കാനുള്ള ശേഷി ഇല്ല. ഒരു പാവം തെയ്യമാണ്. അപ്പോൾ ആ മനുഷ്യരുടെ കഥകൾ ഇപ്പോൾ ഞാൻ കതിവന്നൂർ വീരൻ ഞാൻ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഞാനും വിവേകും കൂടിയിട്ട് അതിരന്റെയും ടീച്ചറിന്റെയും സംവിധാനം അതെന്റെ അറ്റത്തെത്തിയാണ്. നമ്മൾ കാന്താരയൊക്കെ വരുന്നതിന് മുമ്പ്
ടൊവിനോനെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പൊ അത് അപ്പോഴാണ് കോവിഡ് വന്നിട്ട് മൊത്തം ഒരു 12 കോടി ഉള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു. കരിവെന്നൂർ വീരന്റെ കഥയും കണ്ടംപററിയും കഥയും അതിന്റെ മിത്തും കളക്ട് ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ യാത്ര, തോറ്റുപോയ ഒരു മനുഷ്യന്റെ യാത്ര എന്ന നിലയിൽ കുടകിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ യാത്രയാണല്ലോ മന്ദപ്പൻ. അപ്പൊ അത് പക്ഷെ അത് നടന്നില്ല. പിന്നെയാണ് കാന്താര വന്നത്. അതിനുശേഷം അത് പിന്നെ സിനിമയാക്കാൻ വലിയൊരു പടമായി മാറി. ശരിക്കും നമ്മളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാവുന്ന കാസർഗോഡുകാർ ചെയ്യേണ്ട പടമായിരുന്നു. കാസർഗോഡ് വേറെ രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് പറയുന്നത് അതിനേക്കാൾ വിഷ്വൽ ഇമ്പാക്ട് ഉള്ള തെയ്യങ്ങൾ കാസർഗോഡും കണ്ണൂരും ഉണ്ട്. ഇപ്പൊ വൈരജാതൻ തെയ്യം, അല്ലെങ്കിൽ മൂവാളംകോഴി ചാമുണ്ടി, അങ്ങനെ ഒരുപാട് തെയ്യങ്ങളുണ്ട്. അപ്പൊ അത് കാന്താര വന്നതോടുകൂടി ഒരു തെയ്യം സിനിമയ്ക്കുള്ള സാധ്യത കുറച്ചും കൂടെ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടിയതാണോ? അല്ലാതെ പിന്നെ തെയ്യത്തിൽ ഷാജിയെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ് പ്രചോദിപ്പിക്കാൻ പറയാവുന്ന സീരിയസ് ആയിട്ട് കൂടിയിട്ടാണ്. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു തെയ്യം ബേസ് ആയിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ശരിക്കും. അല്ല, എന്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാല് ഇതിപ്പോ കാന്താര വന്നില്ലേ, ഇനിയിപ്പോ നമ്മളൊരു തെയ്യം ബേസ് ആയിട്ട് ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് കാന്താര കണ്ടത് കൊണ്ടാണ് ചെയ്യുന്നത്. പണ്ട് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ക്യാമ്പസ് സിനിമ വന്നു കഴിഞ്ഞാല് പിന്നെ ഇപ്പോ കുഞ്ചാക്കോന്റെ മറ്റേ ഏത് പടം അനിയത്തി പ്രാവ് വന്നാൽ അനിയത്തി പ്രാവിന്റെ മോഡലിൽ കുറെ സിനിമകൾ വരും. അല്ലെങ്കിൽ ഒരു കോമഡി മൂഡിൽ ഒരു പടം വന്നാൽ ആ മൂഡിൽ കുറെ സിനിമ. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്ത് ഈ കഥകളിലും ഈ പറഞ്ഞ തെയ്യത്തിലേക്കുള്ള യാത്രയിലും പിന്നെ ഈ പറഞ്ഞ കണ്ടംപററി സംഗതിയൊക്കെ വെച്ചിട്ട് വൈവിധ്യത ഉറപ്പായിട്ടുണ്ട്. അത് കുറച്ചുകൂടി മംഗലാപുരം ആ പശ്ചാത്തലത്തിലായതുകൊണ്ടുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച ചോദിക്കാവുന്നത് ഇപ്പം നമ്മളിപ്പം കുഞ്ഞമ്മാറിലേക്ക് പോവുകയാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ ഭാസ്കരനിലും ചന്ദ്രനിലും ഇവരെല്ലാം പോകാവുന്നതും ഈ പറഞ്ഞ ഒരു മനുഷ്യന്റെ നിസ്സാരത, അല്ലെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ പരാജയപ്പെട്ട മനുഷ്യർ, അല്ലെങ്കിൽ മരണത്തിലേക്ക്, അതായത് മരണത്തിന്റെ തൊട്ടടുത്ത് എപ്പോഴും തിരിച്ച് ജീവിതം സാധ്യമാവുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ അത് പിന്നെ ഓരോ ഞാൻ പറഞ്ഞത് ഇപ്പൊ കോഴിപ്പോരിന്റെ സ്ഥലത്താണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ച് ആഗ്രഹിക്കുന്ന ജീവികളെ കാണുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന മരണത്തിനും ജീവിതത്തിനിടയിലുള്ള ഒരു പിന്നെ സന്നിഗ്ധാവസ്ഥയെ, അല്ലെങ്കിൽ ഈ പറയുന്ന ജീവിതത്തോടുള്ള ആസക്തി, ഇതിനെയൊക്കെ ഇപ്പം മരണം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് ഇതിൻ്റെ ഒരു ലോങ്ങർ പെർസ്പെക്റ്റീവിൽ ഈ എഴുത്തിൽ വന്നേക്കുന്നത്. പിന്നെ അതിനുശേഷം ഇത് ഒരു പുസ്തകം അടച്ചു വെച്ചതിന് ശേഷം ഷാജിയുടെ ചിന്തയിലേക്ക് ഈ മരണവംശത്തിലെ മരണത്തെ എങ്ങനെയാണ് ഷാജി ടോട്ടലി ആലോചിച്ചത്? അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മളുടെ നാട്ടിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ നിരന്തരം മരണം കണ്ടും കേട്ടും വളർന്ന ഒരാളായിരുന്നു. അതായത് ഭയങ്കരമായ ആത്മഹത്യകളൊക്കെ ഉള്ള പലതരം മരണങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമവും വിഷാദവും അതിൻ്റെതായ സങ്കീർണതകളൊക്കെ കുട്ടിയായ എന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അത് എൻ്റെ കഥകളിൽ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. അതിപ്പോൾ മരണത്തെക്കുറിച്ചൊരു ഐതിഹ്യം എന്ന് പറയുന്നൊരു കഥ, എന്താ വെച്ചാൽ നമ്മൾ നീലേശ്വരത്ത് മന്നമ്പുറത്ത് കാവുണ്ട്. ആ മന്നമ്പുറത്ത് ഒരു റെയിൽപ്പാളം അതിന് മുമ്പിലൂടെ പോകുന്നതാണ്. അപ്പോൾ അത് വളഞ്ഞിട്ടാണ് റെയിൽപ്പാളം. അപ്പോൾ ആ വളഞ്ഞ് പോകുമ്പോൾ അവിടെ ഒരാൾ മരിക്കാൻ കിടന്നാൽ ഈ ട്രെയിനിലിരിക്കുന്ന ആൾക്ക് കാണാൻ പറ്റില്ല. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പോയി തലവെക്കുന്ന ഒരു റെയിൽപ്പാളാണ്. നമ്മൾ അയൽ വീട്ടിലത്തെ ആൾ വരെ അവിടെ പോയി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് മരണത്തെക്കുറിച്ചൊരു ഐതിഹ്യം എന്ന് പറയുന്ന കഥയാണ്. അപ്പോൾ ഇങ്ങനെ മരണം എൻ്റെ കഥകളിൽ കടന്നു വന്നിട്ടുണ്ട്. ശരിക്കും ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മരണത്തിലേക്കുള്ള പടിപടിയായിട്ടുള്ളൊരു യാത്രയാണല്ലോ. മരണത്തിന് മുമ്പുള്ള വെപ്രാളം മാത്രമാണ് ജീവിതം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജീവിതം എന്ന് പറയുന്നത് മരണത്തിലേക്കുള്ള മൃതിയിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ മരണത്തെ തിരിച്ചറിയുന്ന, മരണത്തെ മനസ്സിലാക്കുന്ന ആൾക്കാണ് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് രചനകൾ നിർവഹിക്കാൻ പറ്റുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ജീവൻ മശായി, ആരോഗ്യനികേതനം, ആരോഗ്യനികേതനം, പിന്നെ നമ്മൾ പെഡ്രോ പരാമോ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കൃതികൾ നമുക്ക് ഉദാഹരണങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ മരണവംശം എന്ന നോവല് പിന്നെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൊരു സാധനം, അതിൽ കുഞ്ഞമ്മാർ എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്ന ഒരു വാചകമുണ്ട് അതിൻ്റെ അവസാന പേജുകളിൽ ഒന്ന്. കാടെടുത്തു വീട് ദൂരെയായി. കാടെടുത്തു എന്ന് പറഞ്ഞാൽ ചുടുകാട് എന്ന് പറഞ്ഞാൽ മരിച്ചവരെ അടക്കം ചെയ്യുന്ന വീട് ദൂരെയായി. അപ്പൊ ഈ ഇതിലെ കഥാപാത്രങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മരണത്തിലേക്ക് യാത്രയാവാൻ വിധിക്കപ്പെട്ടവരാണ്. അത് ഏതാണ്ട് അതിന്റെ അടുത്തെത്തും അറിയുന്നുണ്ട്. അത് പക്ഷെ അവർ മൂലമല്ല, അവരുണ്ടാക്കിയ കാരണങ്ങൾ കൊണ്ടാവാം. ചില അവരുടെ മുകളിൽ മരണം വരുന്നതാവും. ഇപ്പൊ രാജേന്ദ്രനൊക്കെ അനുഭവിക്കുന്ന ഒരു മരണമല്ല, വളരെ നിസ്സഹായതയുണ്ട്. അതേപോലെ അതില് ഉള്ള കഥാപാത്രങ്ങളെല്ലാം പലതരത്തിൽ
മരണത്തിലേക്ക് യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട നിസ്സഹായരായിട്ടുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ കുഞ്ഞന്മാർ പറഞ്ഞ ഒരു കൺസെപ്റ്റ്, താൻ പോലും അറിയാതെ മരണത്തിലേക്ക് എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നുവല്ലോ എന്നുള്ള ഒരു ദീർഘനിശ്വാസത്തിൽ കലർന്ന ഒരു ചിന്ത ഇതിൽ കഥാപാത്രങ്ങളെല്ലാം പേറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ എനിക്ക് ഒരു കഥാപാത്രത്തോടും ദേഷ്യം തോന്നില്ല, കോമൻ നായർ ഒഴിച്ച്. നായകൻ വില്ലൻ അതിപ്പോ കോമൻ നായർ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ, കോമൻ നായർ അവസാനം ഭയത്തിന് ഏത് സ്വേച്ഛാധിപതിക്കും അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഭയം കലർന്ന മരണം അയാൾക്ക് സംഭവിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കഥാപാത്രങ്ങളും നിസ്സഹായരാണ്. അവരോട് നമുക്ക് ദേഷ്യം തോന്നരുത്. കാരണം ഒരാൾ വില്ലനാവുന്നത്, ഒരാൾ തെറ്റ് ചെയ്യപ്പെടുന്നത് അവൻ മാത്രമല്ല അതിന് കാരണം. അവൻ ജനിച്ചു വളർന്ന സാഹചര്യം ഉണ്ടാവും, അവൻ വളർന്ന കുടുംബ സാഹചര്യം ഉണ്ടാവും. ഒരാൾ വില്ലനാവുന്നതിന് പിറകിൽ അത്തരത്തിലുള്ള അത് എന്നെ പഠിപ്പിച്ചത് ദസ്തോവ്സ്കിയാണ്. ദസ്തോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും വായിച്ച, കരമസൂർ ദിവസം വായിച്ച ഒരാളെന്ന നിലയിൽ കുറ്റം എന്ന് പറയുന്നത് ഒരാൾ കുറ്റവാളിയാവുന്നത് അയാളുടെ കുറ്റമല്ല എന്ന് മനസ്സിലാക്കിയത് ദസ്തോവ്സ്കിയാണ്. ആ ഒരു ദസ്തോവ്സ്കിയൻ തോട്ട് ഈ നോവലിൽ കടന്നു വന്നിട്ടുണ്ട്. കാരണം നിസ്സഹായരാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരാൾ വില്ലനാവുന്നതും നായകനാവുന്നതും അവൻ കാരണമല്ല, അതിന് പിറകിൽ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ചന്ദ്രൻ അങ്ങനെ ആയത്, അല്ലെങ്കിൽ അരവിന്ദൻ അങ്ങനെ ആയത്, അതിന് പിറകിൽ മറ്റു പല കാരണങ്ങളുണ്ടല്ലോ. അവർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലല്ലോ ഒരാൾ കൊല്ലാൻ. ഒരാളെങ്ങനെ നമ്മൾ ജനിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കൊല്ലാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം അങ്ങനെ ആരും ആഗ്രഹിക്കില്ല. ഇപ്പൊ നമ്മളിവിടെ ഇപ്പം പലയിടത്തും നമ്മൾ ക്രൈമിന് പിറകിലൊരു കാരണം തേടി പോകുമ്പോഴേ ആ ക്രൈമിന് പിറകിൽ അയാൾ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പിറകിലുള്ള ഒരു യാത്ര കൂടി നോക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതാണ് ഇതിൽ വന്നിട്ട്. ഈ കുഞ്ഞന്മാർ അടക്കമുള്ള ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ത്രൈണാസ്തിത്വത്തെ കാണുന്നൊരു രീതിയുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ബോധപൂർവമായിട്ട് അങ്ങനെ ഒരു ഫെമിനൈൻ നെറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ള ശ്രമമേ അല്ല. എന്നാൽ പോകുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഒരു അസ്തിത്വം, സ്വത്വം, അവരുടേതായ സ്വതന്ത്രബോധമുള്ളവർ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പ്രണയത്തിലോ കാമത്തിലോ ചിന്തയിലോ എല്ലാം അവരവരുടേതായ ഒരു ദൂരവും ശരികളുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അവിടെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും തരത്തിലൊരു ടെംപ്ലേറ്റിനെ അല്ല ഫോളോ ചെയ്യുന്നത്. അത് ഏത് തരത്തിൽ സാധ്യമാക്കി? അല്ലെന്ന് വെച്ചാൽ അത് ഈ കുഞ്ഞന്മാർ അടുത്ത എല്ലാ സ്ത്രീകൾക്കും ഭയങ്കരമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അതൊരു ബോധപൂർവ്വം ഫെമിനിസ്റ്റിക് അപ്രോച്ചിൽ ഞാൻ അത് ചെയ്തതല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണത്തിൽ എൻ്റെ നാട്ടിൻപുറത്തെ സ്ത്രീകൾ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. എൻ്റെ കുട്ടിക്കാലത്തുള്ള വയസ്സായ സ്ത്രീകളൊക്കെ ഭയങ്കരമായ ആത്മശക്തിയുള്ള, ഭയങ്കരമായിട്ട് തല്ലും പിടിയൊക്കെ ഉണ്ടാക്കുന്ന, അവര് ആണുങ്ങളെപ്പോലെ എന്ന് പറയുന്ന പ്രയോഗം അപ്പൊളിറ്റിക്കൽ ആണെങ്കിൽ പോലും ആണുങ്ങളോളം തണ്ടും തടിയുമുള്ള ഭയങ്കരമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, കുടുംബത്തെ നയിക്കുന്ന ആൾക്കാരായിരുന്നു സ്ത്രീകൾ. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല ആണുങ്ങളും കുടിച്ചു കിടക്കുമ്പോൾ കുടുംബത്തെയൊക്കെ മുന്നോട്ട് വളരെ ആർജവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തൻ്റെ അടികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അതെ അതെ അതെ, എടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയുന്ന, അത് അവർ ഫെമിനിസ്റ്റിക് അങ്ങനെ ഫെമിനിസം പഠിച്ചുകൊണ്ടൊന്നുമല്ല. അവർക്ക് കുടുംബം നയിക്കാൻ എപ്പോഴും അന്നും ഇന്നും സ്ത്രീകളെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ നിന്ന് ഇല്ലാതാവുന്നത് പോലെയല്ല ഒരു പുരുഷൻ ഇല്ലാതാകുന്നത്. ഒരു പുരുഷൻ മരണപ്പെട്ടാൽ, കുടുംബനാഥൻ മരണപ്പെട്ടാൽ, പിന്നെ ആ കുടുംബം സ്ത്രീ വളരെ ഉത്തരവാദിത്തോട് കൊണ്ടുപോകും. പക്ഷെ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അങ്ങനെയല്ല സംഭവിക്കുക. അത് ഭയങ്കരമായ തകർച്ചയാണ്. അപ്പൊ പെണ്ണുങ്ങൾ, ഈ എൻ്റെ നാട്ടിൻപുറത്തെ പെണ്ണുങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചില്ല, അവർ ഭയങ്കരമായിട്ട് സദാചാരത്തിന്റെ ഒരു വേലിക്കെട്ടൊക്കെ, അതൊക്കെ അത്രയും അതിനെക്കുറിച്ചുള്ള ഒരു ആവലാതിയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് ജീവിതമായിരുന്നു പ്രധാനം. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിലേക്കുള്ള വഴികൾ എന്ത് വഴി സ്വീകരിക്കണം എന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന സ്ത്രീകളായിരുന്നു എനിക്ക് ചുറ്റിലുണ്ടായിരുന്ന മുതിർന്നവരായ ആളുകൾ. അപ്പോൾ അത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് കാണുന്ന പോലെ ഈ ആണുങ്ങൾക്കാണ് ഈ സദാചാരത്തിന്റെ അസുഖം കൂടുതലുണ്ടായിരുന്നത്. പെണ്ണുങ്ങളെക്കാളും ഒരു സ്ത്രീയും വേറൊരു പുരുഷനും തമ്മിൽ വേറൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശങ്ക ആണുങ്ങൾക്കായിരുന്നു. പെണ്ണുങ്ങൾക്ക് അത് അത്ര കണ്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് ചുറ്റുവട്ടം മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ പെണ്ണുങ്ങളാൽ നയിക്കുന്ന കുടുംബത്തെ അല്ലെങ്കിൽ പെണ്ണുങ്ങളാൽ നയിക്കുന്ന സമൂഹത്തെയാണ് ഞാൻ പലപ്പോഴും പലയിടങ്ങളിലും കണ്ടത്. അപ്പം അത് ഈ ക്യാരക്ടറിൽ ബ്ലെൻഡായി പോയതാവാം. കുഞ്ഞന്മാരായാലും വെള്ളച്ചി ആയാലും അവർക്ക് സദാചാരത്തെ കുറിച്ച് സ്വന്തം മകന്റെ ഭാര്യയോട് കുഞ്ഞന്മാർ പറയുന്ന ഒരു അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതെ അതെ, അത് എനിക്ക് അവിടെ നിന്ന് നമ്മളെ നാട്ടിൻപുറത്തുനിന്ന് നമ്മൾ കണ്ട സ്ത്രീകളിൽ നിന്ന് എന്നിലേക്ക് വന്നിട്ടുള്ള ഒരു തോട്ടാണ്. പൊതുവെ കഥാകൃത്തുക്കൾ പൊതുവെങ്കിലും എനിക്കൊന്നൊരു പൊതുബോധമായിട്ടെങ്കിലും എഴുത്തുകാർ
കഥാകൃത്തുകളാവുന്നു, പിന്നീട് നോവലിസ്റ്റുകളാവുന്നു. അപ്പോൾ നോവൽ എഴുതി തുടങ്ങിയതിന് ശേഷം കഥകളെക്കാൾ ഈ പറയുന്ന താല്പര്യം കൂടുതലോ അല്ലെങ്കിൽ ആലോചനയോ അടുത്ത നോവലിലേക്കായിരിക്കും എന്ന് ഞാനതൊരു പൊതുബോധമായിട്ടുണ്ട്. ഇപ്പം ഷാജി ആണെങ്കിൽ മരണവംശം എഴുതി, ഇനി ഷാജിയോട് അടുത്ത കഥ എന്നാന്ന് ചോദിക്കുന്നത് അടുത്ത നോവൽ എന്നാണെന്നുള്ള ചോദ്യമായിട്ടാണ്. ഈ മരണവംശം ഇറങ്ങിയ ശേഷം പ്രസാധകര് ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ അടുത്ത നോവൽ എപ്പോ തരും എന്നാണ് ചോദിക്കുന്നത്. അത് പിന്നെ എനിക്ക് മനസ്സിലായിച്ചാല് നമുക്ക് നോവല് തരുന്ന ഒരു നോവല് ഒരു വൈഡ് ക്യാൻവാസ് ആണല്ലോ. നമുക്ക് ഒരുപാട് കഥകൾ, എനിക്കിപ്പോൾ കുറേ കഥകൾ എൻ്റെ ഉള്ളിലുണ്ട്. ഒരുപാട് നോവൽ എഴുതാൻ തന്നെ കുറേ പ്രമേയങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളിനി ഹ്രസ്വമായ ജീവിതമാണ്, ഇനി കൂടിപ്പോയാൽ നമ്മൾ എത്ര കാലം ജീവിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എഴുതിയില്ലെങ്കിലും ഈ സാഹിത്യത്തിനൊന്നും സംഭവിക്കില്ല. നമ്മൾ കഥ എഴുതിയിട്ടെങ്കിലും നോവൽ എഴുതിയിട്ടില്ലെങ്കിലും ഈ സമൂഹത്തിനൊന്നും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലോ. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന കുറേ എഴുത്തുകാരുണ്ട്. ഇപ്പോൾ ഞാനൊരു നോവൽ എഴുതിയില്ലെങ്കിൽ ഈ സമൂഹം മറ്റേ കുത്തൊഴിഞ്ഞു പോകും, എന്തെങ്കിലും സമൂഹം വഴി തെറ്റും, അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. ഞാൻ എഴുതുന്നത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ എഴുത്തുകാർ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത് വെറുതെ പറയുന്നത്. അവർക്ക് പിന്നെ കുറച്ച് പുസ്തകം വിറ്റ് പോകണം, ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം എന്തായാലും എല്ലാവരും എഴുത്തുകാർക്കുണ്ടാവും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നോവൽ ഇപ്പോൾ മരണവംശം എഴുതി കഴിഞ്ഞ ശേഷം ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കഥകൾ പറയാൻ പറ്റും. ഇപ്പോൾ ചെറുകഥയിൽ അത് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ബൃഹദാഖ്യാനം എനിക്ക് ഇപ്പോൾ കഥകളെക്കാളും ഇപ്പൊ എന്നെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. നാളെ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇപ്പൊ തന്നെ ത്രില്ലടിപ്പിക്കുന്നുണ്ട്. എനിക്ക് അടുത്ത നോവൽ എഴുതാനുള്ള ഒരു ത്വര എന്നിൽ അതിങ്ങനെ മരണവംശത്തിന്റെ ഒരു വായന സ്വീകാര്യത എന്നിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത നോവൽ എഴുതുന്നതാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് കഥ എഴുതാനാണ് നോവലിനേക്കാളും പാട് ഞാൻ മനസ്സിലാക്കിയത്. നോവൽ നമുക്ക് കുറച്ചും കൂടെ എല്ലാത്തിനും പണിയുണ്ട്, പക്ഷെ ചെറുകഥയുടെ ഒരു പണി നോവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സന്ദർഭത്തിൽ നമ്മൾ ഇത്രയും ടൈറ്റായിട്ട് അവിടെ നിന്ന് പാളിച്ചകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. നോവലിൽ അത്ര കണ്ട് മനസ്സിലാവില്ല. വിശാലമായ ഒരു ക്യാൻവാസ്, കുറേ പേജുകൾ, ഇതൊരു 5-6 പേജിൽ അവസാനിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈറ്റ്നെസ് എപ്പോഴും വേണം. പക്ഷെ നോവല് ആണ് ഇപ്പൊ എന്നെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത നോവലാണ്. അപ്പോൾ അത് ഞാൻ എഴുതണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഈ മടിയൊക്കെ കൊണ്ടുള്ള ഒരു പ്രയാസം. ഈ മരണവംശത്തിന്റെ ഏറ്റവും അടുത്ത് കണ്ട ഒരു വായനക്കാരൻ എന്ന് പറയുന്നത് ഈ ഇർഷാദ് പകർത്തിയ എം വി ഗോവിന്ദ മാഷ്, സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ് ട്രെയിനിനിടയിൽ വായിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും മാഷ് റീസെൻ്റ്ലിയൊക്കെ ഓരോ പുസ്തകം വായിച്ചതിന് ശേഷം മാഷിൻ്റെ പ്രതികരണം ഉണ്ടാവാറുണ്ട്. മറ്റ് അവസരങ്ങളിലാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും മരണവംശം എന്ന് പറഞ്ഞാൽ മാഷിന് കണക്ട് ചെയ്യാൻ മറ്റൊരു കാരണം ഉണ്ടാവും. മലബാറിൻ്റെ പശ്ചാത്തലത്തിലുള്ള കൃതി കൂടിയാണ്. അതിനുശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? അത് ഗോവിന്ദ മാഷ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മനീഷ് ചോദിച്ചത് നന്നായി. അത് ഇന്നലെ ഞാൻ തൃശ്ശൂരേക്ക് ആരോഗ്യ സർവകലാശാലയുടെ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഒരു അറിയാത്ത നമ്പറിന് കോൾ ചെയ്തു. ഞാൻ വിചാരിച്ച കുട്ടികൾ വിളിക്കുന്നതാണ്. അപ്പോൾ ഒരു 8:30 ആയിരുന്നു. നോക്കുമ്പോൾക്ക് ഞാൻ ഗോവിന്ദൻ മാഷാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ ഒച്ച പ്രസംഗങ്ങളെല്ലാം കേട്ട് ശീലിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായി ഗോവിന്ദ മാഷ. അപ്പോൾ എനിക്ക് 2-3 ദിവസം മുമ്പ് ഗോവിന്ദ മാഷ് നോവൽ വായിക്കുന്ന ചിത്രം ഇർഷാദ് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് എന്നോടൊരു 15 മിനിറ്റോളം നോവലിനെ കുറിച്ച് സംസാരിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രധാനമായിട്ട് കാര്യം, ഇത്രയും തിരക്കുകൾക്കിടയിൽ അത് സിപിഎം സംസ്ഥാന സെക്രട്ടറിയാണ്, ഇലക്ഷൻ നടക്കുന്നു, മറ്റ് പല വിവാദങ്ങളും ഇങ്ങനെ ചെണ്ട കൊട്ടുന്ന പോലെ, തെയ്യത്തിന് പറയുന്ന ചെണ്ട കൊട്ടുന്ന പോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനസ്സിനൊരു സമാധാനം വേണ്ടേ, വായിക്കാനൊരു മിനിമം ഒരു സമാധാനം വേണ്ടേ. അപ്പോൾ ഇത്രയും തിരക്കിനിടയിലും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഒരു സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പുസ്തകം വായിക്കാൻ സമയം കണ്ടെത്തുന്നത് വലിയ കാര്യമാണ്. അത് വളരെ മഹത്തായ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു 320ഓളം പേജുകളിലെ നോവല് മാഷ് ഒരു 3-4 ദിവസം കൊണ്ട് വായിച്ചു തീർത്തിട്ട് ആ നോവലിലെ ഓരോ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു. ആ നോവൽ സംഭവിച്ച സമയത്ത് അദ്ദേഹം കാസർഗോഡ് ഏരിയ സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും അറിയാം. ഇത് TC ഗോപാലല്ലേ, മറ്റേ ഭാസ്കരൻ, മറ്റേത് ചന്ദ്രൻ പാലാർ രാജന്റെ ഒരു ഇതുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു, ഞാൻ എൻ്റെതായ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ മാഷ് പറഞ്ഞു അത് നന്നായിട്ടുണ്ട്, നോവല് നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര, ഞാൻ പെട്ടെന്ന് വായിച്ചു തീർത്തു അല്ലെ ഓരോ കഥാപാത്രങ്ങളും. പിന്നെ അതിൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് മൃഗങ്ങളും ദൈവങ്ങളും പക്ഷികളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു പുതിയ സ്റ്റൈലാണ്. പിന്നെ അതിന് ഈ 1-ാം നിറം 2-ാം നിറം പൂരക്കളിയുടെ അത് തരംതിരിച്ച് നന്നായി. പിന്നെ എല്ലാത്തിനും ഈ സബ് ഹെഡിങ് ഓരോ അധ്യായത്തിന്റെ ഇടയിലും ഇത് കൊടുത്തേക്ക് നന്നായി. ഇതൊരു പുതിയ ഭാവുകത്വം ഉണ്ടെന്നൊക്കെ മാഷ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം
മാഷെപ്പോലെ ഒരു ഇത്രയും തിരക്കുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, എന്നെ പോലുള്ള ഒരാളുടെ ഒരു നമ്മളെ നോവലൊന്നും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വായിച്ചു അത് വിളിച്ചു പറയുന്നു എന്ന് പറയുന്നത്, രാഷ്ട്രീയം അങ്ങനെ പുസ്തകം വായിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടാകുമ്പോൾ സമൂഹം കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജനാധിപത്യ പൂർണ്ണമായിട്ടുള്ള കുറച്ചും കൂടെ ജനാധിപത്യവൽക്കരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതേപോലെ കൂടിച്ചേർത്ത് പറയുന്നത് ഇപ്പൊ ഈ നോവലിൽ ഇതിപ്പോ ഗോവിന്ദ മാഷെ പോലെ, ഗോവിന്ദ മാഷ് മാത്രമല്ല കുറെ ആൾക്കാർ അങ്ങനെ ഇപ്പൊ ഒരു വയസ്സായ സ്ത്രീകള് കുറെ പേര് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കവിയും അധ്യാപകനായിട്ടുള്ള രാജേഷ് കരിപ്പാൽ തന്നിട്ട് നമ്മൾ കാസർഗോഡുള്ള രാജേഷ് ഏട്ടൻ്റെ ഭാര്യ സ്മിതേച്ചിയുണ്ട്. സ്മിതേച്ചിയുടെ അമ്മയുണ്ട് കുമാരിയമ്മ. 80 വയസ്സുണ്ട് അവർക്ക്. അവര് 75 വയസ്സുണ്ട്. അവർ ഈ നോവൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ വയസ്സായ ആൾക്കാർക്കൊക്കെ ഇത് വായിച്ചിട്ട് കണക്ട് ആവുന്നുണ്ട്. അവർ കോഴിപ്പോരൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തായിരുന്നു കുട്ടിക്കാലം. എന്നിട്ട് എന്നോട് മോനെ എനിക്കത് ഭയങ്കര ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് പെട്ടെന്ന് എൻ്റെ പലതും എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അപ്പോൾ ഒരു കൃതി അങ്ങനെ പലതരത്തിലുള്ള ആളുകളെ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് ആണ് ഒരു കൃതിയുടെ ഒരു പരിപാടി. അത്രയേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ഒരു ഭയങ്കരമായ ഞാൻ ഭയങ്കര സംഭവമുള്ള നോവൽ എഴുതിയൊന്നും അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ വായിക്കുന്നവന് പലതരത്തിലുള്ള ഓർമ്മകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കഥയാവട്ടെ, കവിതയാവട്ടെ, നോവലാവട്ടെ, അത് അതിൻ്റെ ധർമ്മം നിർവഹിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ തിരിച്ച് ഈ പറയുന്ന ഒരുപാട് പ്രൊജക്റ്റുകളും ഇതിൻ്റെ ഉള്ളിൽ ഫിലിം പ്രൊജക്റ്റുകൾ ഇതിൻ്റെ സമാന്തരമായിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഈ മരണവംശത്തിന് തൊട്ട് മുമ്പ് വേറൊരു പ്രൊജക്റ്റ് ഷാജിദൻ്റെ കഥയെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് സമാന്തരമായിട്ടൊരു സിനിമാ യാത്ര കൂടി ഉണ്ടാവുമല്ലോ, അത് ഏതൊക്കെയാണ്? അത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സിനിമയ്ക്ക് പിറകെ പോകുന്ന ഒരാളല്ല. വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ കഥ വായിച്ചിട്ട് സിനിമ ചെയ്യാനൊക്കെയാണ് വരുന്നത്. കാരണം സിനിമയെക്കാളും നമുക്ക് ഒരു സമാധാനം തരുന്ന സ്വസ്ഥമായ ജീവിതമാണ്. നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളതായിട്ടുള്ള പരിപാടികളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ അടുത്ത് വന്നത് എൻ്റെ 2 കഥകൾ. ഒന്ന് ഈ കോഴി സാക്ഷിയായിട്ട് ലോകചരിത്രത്തിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ദേവലോകം കൂട്ടക്കൊല കേസ് എന്നാണ് പറയുന്നത്. നമ്മൾ കാസർഗോഡ് നടന്നു. അതായത് 2 പേരെ ഒരാൾ കൊല്ലും, ഒരു സിദ്ധം കൊല്ലും. അപ്പോൾ അവിടെ ഈ സിദ്ധം കൊണ്ടുവന്ന് കോഴി ഉണ്ടായിരുന്നു. രാവിലെ പോലീസ് വരുമ്പോൾ അപ്പോൾ പോലീസുകാരന് പെട്ടെന്ന് തോന്നി അവിടെ ചുറ്റുവട്ടത്തൊന്നും ആളൊന്നുമില്ല, വീടില്ല. അപ്പോൾ പോലീസുകാരൻ വിചാരിച്ചു എന്നാൽ കോഴീനെ അങ്ങ് സാക്ഷിയാക്കാം. എന്നിട്ട് കോഴീനെ സാക്ഷിയാക്കി ഈ കോഴി കുറെ പ്രാവശ്യം കോടതിയിൽ വന്നിട്ട് ഈ മറ്റേ ഇതില്ലേ തെളിവ് മറ്റേ അങ്ങനെ ദേവലോകം കൂട്ടക്കൊല കേസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഞാനൊരു സാക്ഷി എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിരുന്നു. അപ്പൊ അതുള്ള ആളുണ്ട്. അപ്പൊ അത് വായിച്ചിട്ടാണ് നമ്മൾ രാഹുൽ ശർമ്മ, മിഥുൻ മാനുവലിന്റെ അസോസിയേറ്റ്, അവനത് ഷാജിയേട്ടാ നമുക്ക് സിനിമയായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ അത് മിക്കവാറും അത് അടുത്ത വർഷം ആദ്യം ഷൂട്ടിംഗ് ആരംഭിക്കും. അത് ഒരു കോമഡി സിനിമയാണ്. അത് ട്രാജഡി ആവുമെന്ന് എനിക്കറിയില്ല. പിന്നെ അതേപോലെ ഞാൻ റിസോർട്ട് പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ട് അസാദു എന്ന് പറയുന്ന ഒരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിലാണ് പ്രസിദ്ധീകരിച്ചത്. അത് നമ്മളെ ദീപുലാൽ എന്ന് പറയുന്ന ആള് സിനിമയാക്കുന്നുണ്ട്. പുള്ളി കായംകുളം കൊച്ചുണ്ണിയുടെ ഒക്കെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അതൊരു പാൻ ഇന്ത്യൻ ഒരു പടമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പം അത് കേന്ദ്ര സർക്കാർ വിരുദ്ധമൊന്നുമല്ല, പക്ഷെ അത്തരത്തിലുള്ളൊരു എന്താ പറയാ റിസോർട്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു കണ്ടംപററി മോഡ് ഓഫ് സിനിമയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മരണവംശം ശരിക്കൊരു വലിയ ആഖ്യാനം അല്ലേ? അതെ, അത് വലിയ ക്യാൻവാസ് ആയിട്ടാണ് രാജേഷ് പ്ലാൻ ചെയ്യുന്നത്. വലിയ ബഡ്ജറ്റ് ആയിട്ട് അടുത്ത വർഷം അവന്റെ ഇപ്പൊ പടം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നടക്കും. അവന് പിന്നെ കുറെ പടങ്ങളിൽ അവൻ അഭിനയിക്കുന്നുണ്ട്, പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ അടുത്ത പടമായിട്ടാണ് കുറച്ചും കൂടെ വലിയ ക്യാൻവാസിൽ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നിൽക്കൂ. അത്രയും കഥാപാത്രങ്ങളും അത്രയും സംഭവങ്ങളും അത്രയും പല കാലങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലും അതിൻ്റെതായ ആഴത്തിലും മനോഹാരിതയിലും ചെയ്യണം എന്ന് അപ്പോൾ അത് കുറച്ചുകൂടെ വലിയ പടമാണ്. അവസാനമായിട്ട് വയ്ക്കാനുള്ളത്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വലിയൊരു സ്വാധീനം വരുന്ന സമയത്ത് എല്ലാം ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പം വായന ആഘോഷിക്കപ്പെടുന്നുണ്ട്, നോവലുകൾ, സാഹിത്യമൊക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ രചനകൾ പുസ്തക രൂപത്തിലേക്കാവുന്നുണ്ട്. അതിൽ നിന്ന് കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ഇതായിട്ട് ഫേസ്ബുക്കിന് ശേഷം ഇൻസ്റ്റഗ്രാം കൂടി വന്നപ്പം റീലുകളൊക്കെ ആയിട്ട് ഈ പറയുന്ന പുസ്തകങ്ങൾ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സമാന്തരമായിട്ട് ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വരുന്നുണ്ട്. ഈ വായനയുടെ ഒരു ജനപ്രിയത
വലിയ തോതിൽ മാറുന്നുണ്ട്. പേഴ്സണലി അങ്ങനെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? കൂടുതൽ സാഹിത്യോത്സവങ്ങൾ വരുന്നു, ഈ പറയുന്ന പുസ്തകങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമുക്ക് ഒരു കാലത്തൊക്കെ നമ്മൾ സ്ഥിരമായി കേട്ടിട്ടുള്ള ഭയങ്കര ക്ലീശ വായന മരിച്ചു, ആരും വായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയാണല്ലോ. അത് ഞാനത് നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം എനിക്കങ്ങനെ ഈ സാഹിത്യോത്സവങ്ങളൊന്നും പങ്കെടുക്കാൻ അത്ര കണ്ട് താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാൻ വിളിച്ച് പോകാറുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഞാനൊരു ഒതുങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, അത് നമ്മളതായിട്ടുള്ള കാര്യങ്ങളിലൂടെ ചെയ്ത് മുന്നോട്ട് പോകാൻ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ സാഹിത്യോത്സവങ്ങളും ഈ സോഷ്യൽ മീഡിയയിലെ വായനയുടെ ചർച്ചകളൊക്കെ വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അത് യുവാക്കളെ സാഹിത്യത്തോടും സർഗാത്മകതയോടും കൂടുതൽ അടുപ്പിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ ഒരു പുസ്തകം എഴുതിയിട്ട് വന്നാൽ, പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിരൂപകർ എന്തെങ്കിലും നല്ല 2 വാക്ക് പറഞ്ഞാലേ ആ പുസ്തകം വായിക്കുള്ളൂ. ഇന്ന് നിരൂപകരെ പ്രശസ്ത ഇപ്പൊ പലരും അങ്ങനെ പല നിരൂപകർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പുറം ചൊറിയൽ ആശ്രയിച്ചല്ല ചില ഇപ്പോഴും പുറം ചൊറിയൽ നിരൂപണം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരുത്തൻ നല്ലത് പറയുന്നു, വേറൊരാളെ അതിന് നല്ലത് പറയുന്നു, അങ്ങനെയുള്ളൊരു പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി മനീഷിനൊരു കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കഥയെക്കുറിച്ച് മനീഷിന് റിവ്യൂ ഇടാൻ പറ്റുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും എഴുതാം. അല്ലെങ്കിൽ ഒരു നല്ല പുസ്തകം വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പോപ്പുലാരിറ്റി വായന എഴുത്തുകാർക്ക് കിട്ടുന്നുണ്ട്. നല്ല കൃതിയാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ അപ്പോൾ ചോദിക്കും പൾപ്പ് ഫിക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കൃതികളൊക്കെ വായിക്കപ്പെടുന്നില്ല. ഉണ്ട്, ഞാൻ പറഞ്ഞ പലതരം വായനകൾ സംഭവിക്കുന്നു. അപ്പോൾ പണ്ട് മലയാള മനോരമയിൽ നോവലുകൾ വരുന്നത് ആൾക്കാർ വായിക്കുന്നുണ്ട്. മറ്റ് ഒരു ജനപ്രിയ സാഹിത്യം പുസ്തക രൂപത്തിൽ വലിയ തോതിൽ വായിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്ന പല കൃതികളും ചിലപ്പം അങ്ങനെ ഒരു പൾപ്പ് ഫിക്ഷൻ മോഡലാണെങ്കിൽ കൂടി അത് വായിച്ചിട്ട് പലരും ഗൗരവമായിട്ടുള്ള വായനയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിനൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ കെട്ടിഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കപ്പെടുകയും പുച്ഛിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമീപനം ശരിയല്ല എന്ന് ഞാൻ പറയും. വായന നടക്കട്ടെ, പല രീതിയിലുള്ള വായന നടക്കട്ടെ. ഇപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ സാഹിത്യോത്സവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ വളരെ വളരെ താഴെത്തട്ടിൽ യൂത്താണ് എപ്പോഴും. ഇപ്പോൾ ഞാനിപ്പോൾ ഹോർത്തൂസിൻ്റെ ഫെസ്റ്റിന് പോയപ്പോഴും വടകരയിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിന് പോയപ്പോഴും ഒക്കെ കാണുന്ന ചില ചെറുപ്പക്കാരാണ് കൂടുതൽ. അവര് എഴുത്തുകാരോടൊപ്പം സെൽഫി എടുക്കുന്നു, അല്ലെങ്കിൽ അവർ അതിന്റെ റീൽ എടുത്തിട്ട് FB പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് അവർ പോലും അറിയാതെ വായനയായിട്ടുള്ള ഒരു നമ്മൾ IFFK എന്നാണ് ഞാനൊക്കെ സിനിമയുടെ നല്ല പാഠങ്ങൾ പഠിച്ചത്. ഏതൊക്കെ നല്ല സിനിമ, ഏതൊക്കെ മോശം സിനിമ എന്നൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ട സിനിമകളിലാണ് എനിക്കൊക്കെ. നമ്മളതല്ല, വാണിജ്യ സിനിമകളും ഈ പറയുന്ന സമാന്തര സിനിമകളും ഒരേപോലെ കാണുന്ന പോലെ ഇത് മതി. അപ്പൊ ഞാൻ പറഞ്ഞ ഇത് കുട്ടികൾ വായനയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ സാഹിത്യോത്സവത്ത് വലിയ കാർണിവൽ സ്വഭാവം ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ എഴുത്തുകാരെയും വായനയും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സമീപിക്കാൻ പുതിയ കുട്ടികൾ തയ്യാറാവുന്നുണ്ട്. അതിന് സാഹിത്യോത്സവങ്ങൾ സഹായിക്കുന്നുണ്ട്. അതേപോലെ റീൽസ് ഒക്കെ ഇടുന്നത്. പക്ഷെ റീൽസ് ഒക്കെ ഇടുന്ന പലരും പൈങ്കിളി പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ഇടുന്നുണ്ട്. പുസ്തകങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. അപ്പൊ ഈ നല്ലത് കെട്ടത് നമ്മൾ തമിഴ് സിനിമയിൽ പറയുന്നത് ഇത് കെട്ടത് ഇത് നല്ലത് എന്നൊക്കെ പറയുന്നത് അതിന് തിരിച്ചറിയപ്പെടും കുറച്ച് കഴിയുമ്പോൾ. വായിച്ചിട്ട് ഇപ്പോൾ ഇന്നലെ വായിച്ച ആ കൃതി ശരിയല്ല എന്ന് മറ്റേ കൃതി വായിച്ച് അതിന്റെ ആഴവും പരപ്പും ബോധ്യപ്പെടുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മളും അങ്ങനെയല്ലല്ലോ വളർന്നത്. അതേ രീതിയിൽ നിങ്ങൾ വായനയുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ തരം കൃതികളും വായിക്കുന്ന ആളാണ്. ഞാൻ ദസ്തോവസ്കി തൊട്ടിട്ട് താഴെ മുട്ടത്ത്, അത് പറയുന്നില്ല, മറ്റ് പല താഴെത്തട്ടിലെ ഒരു പൈങ്കിളി നോവലുകളൊക്കെ വായിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതിന്റെ അന്തരം അറിയാം. ഇത് എങ്ങനെയാണ് എന്നെ സ്വാധീനിക്കുന്നത്, ഇത് എവിടെയാണ് എന്നെ പിടിച്ചു വിളിക്കുന്നത്, ഇതെന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ പെഡ്രോ പരാമോ എന്ന് പറയുന്ന നോവൽ വായിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേറെ തരത്തിലുള്ള ഒരു മൂഡുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ സിനിമയിലും അങ്ങനെയല്ലേ. ഇപ്പൊ മോങ്ങർവായിയുടെ സിനിമ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ പാൻസ് ലാബിറിന്ത് കാണുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ അസ്കർ ഫർഹാദിയുടെ പടങ്ങൾ കാണുമ്പോൾ, അതേപോലെ നമ്മൾ പോപ്പുലർ പടം കാണുമ്പോൾ നമ്മൾ വേറെ തരത്തിലുള്ള. ഞാൻ പറഞ്ഞു ഇതെല്ലാം വന്ന് ഒരു കൾച്ചറലി നമുക്കൊരു ഫോർമേഷൻ സംഭവിക്കുമല്ലോ. അത് സംഭവിക്കട്ടെ, അത് ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്നാണ്. എല്ലായിടത്തും സാഹിത്യോത്സവം നടക്കട്ടെ, കാസർഗോഡും കണ്ണൂരും. അപ്പം എന്തായാലും മരണവംശം കൂടുതൽ ജനപ്രിയതയിലേക്കുള്ള യാത്ര, കൂടുതൽ എഡിഷനിലേക്കുള്ള യാത്ര തുടരട്ടെ. അത് സ്ക്രീനിലും ഗാംഭീര്യത്തോടെ എത്തട്ടെ. അടുത്ത നോവലിനായിട്ട് കൂടി കാത്തിരിക്കുന്നു. എന്നിട്ട് നമുക്ക് അടുത്ത സംഭാഷണത്തിലേക്ക് ആയിക്കോട്ടെ. സന്തോഷം.